ഞാൻ വിളിക്കുന്ന ദേവനാണ്, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ദേവിയാണ് എല്ലാറ്റിനും മുകളിലായിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനാണ് എല്ലാത്തിനും മുകളിലായിട്ടുള്ളത് എന്നൊരു ധാരണ പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. ഇവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. പ്രപഞ്ചവുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് മഹാവിഷ്ണു, യൂണിവേഴ്സ് തന്നെയാണ്. പക്ഷേ ഓരോരുത്തരും ഈ ദേവന്മാരുടെ പല ഭാവങ്ങളെ, അല്ലെങ്കിൽ ദേവിയുടെ പല ഭാവങ്ങളെ ആരാധിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഗുരുവായൂരപ്പൻ ആരാണ് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം? പലരും നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ എന്നും അമ്പലത്തിൽ പോകാറുണ്ട്, ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ എല്ലാ വഴിപാടുകളും ചെയ്യാറുണ്ട്, ഞാൻ നാമം ജപിക്കാറുണ്ട്, എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാറ്, എല്ലാം പറയാറുണ്ട്, എന്നിട്ടൊന്നും ഒരു മാറ്റം വരുന്നില്ല. അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ അവിടേക്ക്, അല്ലെങ്കിൽ ആ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, നമ്മൾ ഒരു ഈശ്വരനെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഈശ്വരൻ നമുക്കൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം പതിയെ അങ്ങ് കുറയും. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോലും പോകത്തില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അത് ഇഷ്ടമായിരുന്നോ? അല്ല. ഭക്തി ആയിരുന്നോ? അല്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി ഒരു ഇഷ്ടദേവനെ നമ്മൾ എടുത്തത് ആരും ആയിക്കൊള്ളട്ടെ, 33 ദൈവങ്ങളുണ്ട്, അതിനകത്ത് നമ്മൾ ഒന്നിനെ എടുത്തു നമ്മുടെ കൂടെ ആക്കി, നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ മുമ്പോട്ടൊന്ന് പോയി നോക്കിയേ, നമ്മളെ കൊണ്ടത് സാധിക്കില്ല. കാരണം എന്താ? നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്കാണ്. നമുക്കൊന്നും നൽകിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവില്ല. പിന്നെ നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലേ? ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്ക് മനസ്സിൻ്റെ, അല്ലെങ്കിൽ മാനസികമായിട്ട് മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അതും ഒരു ആഗ്രഹമല്ലേ? സമാധാനം ഒരു ആവശ്യമല്ലേ? അപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കാണ്. നമുക്കറിയാം, ഒന്നുകിൽ കല്യാണം നടക്കണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം, ആരോഗ്യം സംരക്ഷിക്കണം, രോഗങ്ങൾ ഉണ്ടാവരുത്, അങ്ങനെ ഒത്തിരി ആവശ്യങ്ങളാണ്. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, പ്രണയ സാഫല്യം ഉണ്ടാവണം, അല്ലേ? അങ്ങനെ മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ഇതെല്ലാം നമ്മൾ പോയി പറയാറുണ്ട്. ഈ ദൈവങ്ങൾ കേൾക്കാറുണ്ടോ? അതറിഞ്ഞുകൂടാ. എന്നെ ചില ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ പൂജ ചെയ്താൽ മതി, സംഭവം റെഡിയാവുന്നു. ഇവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ആരാണ് ഗുരുവായൂരപ്പൻ എന്ന് കൂടി പറയാം. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് കുഞ്ഞികൃഷ്ണനെയാണ്, അല്ലേ? കണ്ണനെയാണ്. ശരിക്കും ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവാണ്. അതുകൊണ്ടാണ് മുന്നിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും 24 hours. അപ്പോൾ അകത്തിരിക്കുന്നത് മഹാവിഷ്ണുവാണോ? പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഒന്നേ വിളിക്കൂ, കണ്ണ, അല്ലേ? എൻ്റെ കൃഷ്ണ. ഇവിടെയാണ് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഞ്ചഭാവ ഭക്തിയെക്കുറിച്ച്, 5 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പ്രസക്തി എന്ന് ഞാൻ പറയുമ്പോൾ, ഗുരുവായൂരപ്പനെ നമുക്ക് എങ്ങനെയും കാണാം. മകനായിട്ട് കാണാം, മോനെന്ന് വിളിക്കാം, ഒരു പ്രശ്നമില്ല, അല്ലേ? വാത്സല്യഭാവഭക്തി, മകനായിട്ട് കാണാം. കൂട്ടുകാരനായിട്ട് കാണാം, സൗഹൃദഭാവഭക്തി, അളിയാന്ന് വിളിക്കാം, എന്തുകൊണ്ട് മോനെ, ചക്കരെ, ഇങ്ങനെയൊക്കെ വിളിക്കാം, ഒരു പ്രശ്നമില്ല. ഡാ എന്ന് വിളിക്കാം, വിദ്വേഷഭാവഭക്തി, നീ എന്താണ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ കാണിച്ച് എന്ന് ചോദിക്കാം, വിദ്വേഷഭാവഭക്തിയെ. കൃഷ്ണ ചില പെൺകുട്ടികൾ ചെന്ന് വിളിക്കാറുണ്ട്, കണ്ണാന്ന് വിളിക്കാറുണ്ട്, ഭയങ്കര പ്രണയത്തോടെ, മാധുര്യ ഭാവഭക്തിയായി. അങ്ങനെ പല തരത്തിലുള്ള. പിന്നെ എൻ്റെ ഭഗവാനെ, മഹാവിഷ്ണുവെ, നാരായണ എന്ന് വിളിക്കുന്നവരുണ്ട്, ദാസ്യഭാവഭക്തി. അങ്ങനെ 5 ഭക്തികളുണ്ട്.
അപ്പം ഇങ്ങനെ പല തരത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റും. ആ പേരിനകത്ത് തന്നെയുണ്ട് ഗുരു, ദ സുപ്രീം ടീച്ചർ. എല്ലാത്തിനും മുകളിലായിട്ടുള്ള ഒരു സുപ്രീം ടീച്ചറാണ്, ഒരു സുപ്രീം പവറാണ്. ഇറ്റ് ഈസ് ഗൈഡിങ് എവറിത്തിങ് ഇൻ ദ വേൾഡ്. വായു എന്താ പ്രത്യേകത? എങ്ങനെയും കൊണ്ടുപോകാം, എങ്ങനെയും സഞ്ചരിക്കാം, എങ്ങനെയും സഞ്ചരിക്കും. നമുക്ക് ഏത് രീതിയിലും അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഫ്ലെക്സിബിൾ ആണ്. അതാണ് വായു. അപ്പോൾ ഗുരുവാണ്, വായു രൂപമാണ്. പിന്നെന്താണ്? അപ്പൻ, അച്ഛൻ, സ്രഷ്ടാവ് എന്നുള്ള ഒരു ലേബൽ കൂടി അവിടെ വന്നു. ഇതെല്ലാം കൂടെ ചേരുന്ന ഒന്നാണ് ഗുരുവായൂരപ്പൻ. അവിടെ ചെന്ന് ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ കണ്ണാന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നാരായണാന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മഹാവിഷ്ണുവെ എന്ന് വിളിച്ചാൽ മതി, എന്ത് വിളിച്ചാലും മതി. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പുറത്തൊരു ബോർഡുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല. എന്താ? ഞാൻ ആദ്യം ഇതിനെ എതിർത്തിരുന്നു. പിന്നീട് എന്താണ് എന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ ഞാൻ അതിനെ എതിർക്കാൻ പോയിട്ടില്ല. ഭഗവാൻ അങ്ങനൊന്നുമില്ല കേട്ടോ. ഭഗവാൻ ഈ പറയുന്ന ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ. കാരണം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ ആ അഹിന്ദു വെളിയിൽ നിന്ന് വിളിച്ചാൽ മതി, അകത്ത് നോടി ഇറങ്ങി വരും. തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. കാരണം രാത്രി 12 മണിക്ക് തുടങ്ങുന്ന ക്യൂ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുക 24 hours. 1, 2, 3, 10, 10,000 അല്ല, വരുന്നവർ തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം? അന്വേഷിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പോൾ വെളിയിൽ നിന്ന് വിളിച്ചാലും കണ്ണനായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ണൻ ഓടി ഇറങ്ങി വന്നോളും, യാതൊരു സംശയവുമില്ല. അപ്പം ഞാനിവിടെ പറയുന്നത് പലരുടെയും ആവശ്യങ്ങൾ അവിടെ പോയി പറയുന്നവരുണ്ട്, വീട്ടിലിരുന്ന് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ഉണ്ട്. എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് നടത്തി തരണേ, ഇങ്ങനെ പറയുന്നവരുണ്ട്. ഒന്നുമില്ല, ഭഗവാൻ അവിടെ ചെന്നിട്ട് ഏറ്റവും പ്രധാനം രാധേ രാധേ എന്ന് പറയുന്നതാണ്. അല്ലേ? കൃഷ്ണനായിട്ട് ആരാധിക്കുമ്പോൾ രാധേ രാധേ എന്ന് വിളിച്ചാൽ പോലും വളരെ സന്തോഷമാണെന്നാണ് പറയപ്പെടുന്നത്. കണ്ണനായിട്ടാണ് അവിടെ ആരാധിക്കുന്നത്, കൃഷ്ണനായിട്ട് അവിടെ ആരാധിക്കുന്നു, മഹാവിഷ്ണുവിനെ കൃഷ്ണനായിട്ട് ആരാധിക്കുന്നു. അപ്പോൾ അവിടെ എന്താ? ചെന്ന് രാധേ രാധേ. അതാണ് ത്വം ദേവി ജഗദാമാത വിഷ്ണുമായ സനാതനി കൃഷ്ണ പ്രാണാധി ദേവി ച കൃഷ്ണ പ്രാണാധികാ ശുഭ കൃഷ്ണ പ്രേമമയി ശക്തി കൃഷ്ണ സൗഭാഗ്യരൂപിണി കൃഷ്ണ ഭക്തി പ്രദേ രാധേ നമസ്തേ മംഗളം പ്രദേ. ഇത് തന്നെയാ രാധേ രാധേ. ഇത്രയേ ഉള്ളൂ. കൃഷ്ണ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിയമാണ്. കാര്യം നടക്കും, ഉറപ്പ്. ഇനി പോകാൻ സാധിക്കാത്തവരുണ്ട്. ഞാൻ നമ്മുടെ തമ്പനയിൽ പറഞ്ഞതുപോലെ ആഗ്രഹം നടക്കാൻ ഒരു പൂജയുടെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. ഒരൊറ്റ നാമം, ഒറ്റ നാമം എന്ന് പറഞ്ഞാൽ കുറച്ച് വരികളുണ്ട്. അത് എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് അല്ലെങ്കിൽ കാലത്ത്, സന്ധ്യ എന്ന് പറയുമ്പോൾ പ്രാതസന്ധ്യ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രദോഷസന്ധ്യ ആയിരിക്കാം, രാവിലെ ആയിരിക്കാം, വൈകിട്ടായിരിക്കാം, ഏതെങ്കിലും സമയത്ത് നിലവിളക്ക് കത്തിച്ച് കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഈ നാമം ജപിക്കുക. 21 ദിവസമാണ്. മനസ്സിലൊരു ആഗ്രഹം കാണുമല്ലോ, നിങ്ങൾ പറയണ്ട. ആ ആഗ്രഹം നിങ്ങൾ പറയേ വേണ്ട, നിങ്ങളുടെ ഉള്ളിൽ കാണുമല്ലോ, എന്തെങ്കിലും ഒരു സംഭവം കാണുള്ളിൽ. നിങ്ങളത് ഭഗവാനോട് പറയണ്ട, ഭഗവാനെ ഇതൊന്നും ശരിയാക്കി തരണേ, അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സ് കാണാൻ കഴിയുന്ന ആളല്ലേ അവിടെ ഇരിക്കണേ, പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ നാമം ജപിക്കുക. എത്ര ദിവസമാണ്? 21 ദിവസം. 21 ദിവസം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത്രയൊന്നും ആവശ്യമില്ല. കാരണം ഈ നാമം ജപിച്ചത് എവിടെയാണ്, ആരാണ് എന്നുകൂടി പറയാം. ഈ നാമത്തിനൊരു പ്രത്യേകത, വലിയൊരു പ്രത്യേകത, ചെറിയ പ്രത്യേകതയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും ഇത് ശ്രീകൃഷ്ണ രക്ഷാ കവചമാണ്. ശ്രീകൃഷ്ണൻ്റെ ഒരു രക്ഷാ കവചമാണ്. ഏറ്റവും ശ്രേയസ്കരമാണ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം നോക്കി വായിച്ചാൽ പോലും അത്രയേറെ ശ്രേയസ്കരമാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത, മന്ത്രം എന്നല്ല നാമം എന്ന് തന്നെ പറയാം. ഇത് കണ്ണൻ്റെ കുട്ടിക്കാലത്ത്, ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്ത് ഗോകുലത്തിൽ വെച്ചിട്ട് അമ്മ യശോദ ദേവി ഉണ്ടല്ലോ, യശോദ, അതുപോലെ ഗോപികമാരും കൂടെ നിത്യവും ചൊല്ലിയിട്ടുള്ള സങ്കട മോചന ശ്രീകൃഷ്ണ രക്ഷാ കവചം, ഇതാണ് നമ്മൾ ജപിക്കേണ്ടത്.
എല്ലാ ദിവസവും മുടങ്ങിയാലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വിളക്ക് കത്തിച്ചിട്ടേ ഇത് ചൊല്ലാൻ പാടുള്ളൂ എന്ന്. വിളക്ക് കത്തിച്ചില്ലേലും കുഴപ്പമില്ല, ചൊല്ലാം. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്താണ് ഈ സങ്കടമോചന ശ്രീകൃഷ്ണ കവചം എന്നുള്ളത്. വളരെ ശ്രേയസ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂട്ട് എങ്ങോട്ടാണ് എന്ന് നമ്മൾ താളം തെറ്റുമ്പോൾ, ജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോൾ ഇതൊന്ന് വായിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. 7 ദിവസത്തിനുള്ളിൽ, 21 എന്ന് ഞാൻ പറഞ്ഞെങ്കിലും 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഗുരുവായൂർ ചെന്നിരുന്ന് ഇത് വായിക്കണമെന്ന് പറഞ്ഞില്ല, വീട്ടിലിരുന്നിട്ടാണ് വായിക്കേണ്ടത്. കുറച്ച് വരികളേ ഉള്ളൂ. അത് ഭക്തിയോടുകൂടി ചെയ്യുക. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം കാണും, ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത് എന്നുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വമേധയാ സംഭവ്യമാകേണ്ടത് സംഭവ്യമായിക്കൊണ്ടേയിരിക്കും. അവിടെ നന്മ ഉണ്ടാവുകയുള്ളൂ എന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഒരിക്കലും ഈശ്വരനെ വിളിക്കരുത്, അല്ലേ? പലരും കണ്ടിട്ടില്ലേ, പണ്ട് കാലത്ത് ഭയങ്കര വിശ്വാസിയായിരിക്കും, പിന്നീട് വിശ്വാസം ഇല്ലാതെയാകും. ചിലരാണെങ്കിൽ പണ്ട് കാലത്ത് യാതൊരു വിശ്വാസവും ഇല്ല, പക്ഷേ പ്രായം ചെല്ലുമ്പോൾ കുറേ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളിലെ ഭയമൊക്കെ അങ്ങോട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് പിന്നെ വിശ്വാസം തുടങ്ങും. അതുതന്നെയാണ് നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. യം യം ഭാവി സ്മരൺ ഭാവം ത്രിജത്യന്തേ കളേപരം തം തമേ വൈദി കൗന്ദയ സദാ തദ്ഭാവ ഭാവിത എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വയസ്സാങ്കാലമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കെന്താ കുറേ അസുഖങ്ങളല്ലേ, എന്താണ് ജീവിതശൈലി രോഗങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്കെന്താണ്, അഹങ്കാരമൊക്കെ ഇത്തിരി അങ്ങോട്ട് താന്നിട്ട് നമുക്കങ്ങോട്ട് ഭക്തി തുടങ്ങും. അങ്ങനൊരു വിഭാഗം കൂടിയുണ്ട്. നല്ല കാലത്ത് എല്ലാം കാണിച്ച് നടന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. പിന്നെ ഭക്തി ഓവറായാലും ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് മതി. അപ്പോൾ എന്താണ് ഈ നാമം? ശ്രീഗോപ്യാഊജു ശ്രീകൃഷ്ണസ്തേ ശിരപാദു വൈകുണ്ഠകണ്ഠമേ വഹി സേതു ദേവപതി കർണൗനാസികാം യജ്ഞരൂപദൃക് നൃസിംഹോ നേത്രൈക്മാശജിഹ്വാം ദശരഥാത്മജ അധരാപവതാം തേതു നരനാരായണാവൃഷീകപോല ഉപാദുതേ സാക്ഷാത് സനകാദ്യാകലാഹരെ ഫലം തേ ശ്വേതവാരാഹോ നാരദോ ഭൂതരേവതു ചിന്മുഖാം കപിലപ്പാദു ദത്താത്രേയ ഉരോവതു സ്കന്ധൗ ദ്വാവൃഷഭ പാദു കരൗ മത്സ്യ പ്രപാദുദേർദണ്ഡം സതതം രക്ഷേത് പൃഥു പൃഥുര വിക്രമ ഉദരം കമടപാദുനാഭീം തന്വന്തരീശ്വതേ മോഹിനീ ഗുഹ്യദേശം ജഗടീം ദേവാമനോ അവതു പൃഷ്ടം പരശുരാമശ്ച തവോരുർബാധരായണ ബലോ ജാനുദ്വയം പാദു ജംഘേ ബുദ്ധപ്രപാദുദേ പാദൗ പാദു സഗുൽഭൗ ച കൽക്കിർ ധർമ്മപതി പ്രഭോ. ഈ ഒരു നാമം നിത്യേന ജപിച്ച് ജീവിതം പൂർണ്ണമായിട്ടും മാറിയിട്ടുള്ള അനവധി ആളുകളുണ്ട്. അതിൽപ്പെടുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ നിങ്ങൾക്കും സർവേശ്വരൻ ഗുരുവായൂരപ്പൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം രാധേ രാധേ. ഓം രുദ്രായ നമഃ.